So God has been good to each one of us. ദൈവം നമുക്ക് എല്ലാവർക്കും നല്ലവനായി തുടരുന്നു. And that is why we praise Him, we thank Him, and we worship Him. അതുകൊണ്ടാണ് നാം കർത്താവിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും നന്ദിയുള്ളവരായി ഇരിക്കുകയും ചെയ്യുന്നത്. Most of the time, the topic which I am going to discuss is related to the one of the aspects in our life which we even remember today. ഞാൻ സാധാരണമായിട്ട് എപ്പോഴും ആലോചിക്കുന്ന ഒരു വിഷയം ഇന്നും നാം ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ്. Today also multiple times it was reminded that take note of the time, take note of the time. ഇന്നും പലപ്പോഴും നമുക്ക് ഈ വിഷയം വീണ്ടും ഓർമ്മപ്പെടുത്തി തന്നു, സമയത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. So we human beings make various timetables. നാം മാനുഷികമായിട്ട് പല വിധത്തിലുള്ള പദ്ധതികളും പല വിധത്തിലുള്ള നമ്മുടെ സമയ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. But quite many times we fail to follow most of our timetables. എന്നാൽ ഭൂരിപക്ഷ സമയവും ആ ഉണ്ടാക്കിയിരിക്കുന്ന ക്രമീകരണം പാലിക്കാറില്ല. For example, going to sleep, getting up, eating and doing many things. ഉദാഹരണത്തിന് നമ്മുടെ ദിനചര്യയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു സമയ ക്രമീകരണം അത് തന്നെ പാലിക്കുന്നതിൽ പലപ്പോഴും നാം വീണു പോകാറുണ്ട്. Last weeks from Sunday onwards, I have been following a timetable which was forced upon me by my younger brother because of my blood reports. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ അനുജൻ എനിക്ക് നൽകി തന്ന സമയ ക്രമീകരണം, ആഹാരം കഴിക്കുന്നതും മറ്റു കാര്യങ്ങളും എൻ്റെ മേൽ ചുമത്തിയിട്ട് ആ സമയ ക്രമീകരണം അത് പാലിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. And I am by the grace of God and His compulsion, I am about to meet some of it or most of it. ദൈവകൃപയാലും പ്രിയ അനുജന്റെ ആ സമ്മർദ്ദത്താലും ഒരു പരിധിവരയ്ക്കും ഞാൻ അത് അനുസരിക്കാനായിട്ട് ശ്രമിച്ചു, അതിൽ കംപ്ലീറ്റ് ചെയ്തു. For example, in Kuwait we don't have any time to have our dinner, maybe 10 o'clock, maybe 10:30, maybe 11 o'clock, even more than that. ഉദാഹരണത്തിന് കുവൈറ്റിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവിടെ ആഹാരക്രമം പ്രത്യേകിച്ച് രാത്രിയിൽ അതിനൊരു സമയക്രമമില്ല. ചിലപ്പോൾ 10, 11, 12 ഒക്കെ ആകും. But nowadays, as soon as he comes, he is compelling me to have the dinner at 6:30 or 7, not beyond that. എന്നാൽ ഈ നാളുകളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ അനുജൻ ഭവനത്തിലേക്ക് ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന് ഒരു 6:30, 7 മണി ആകുമ്പോഴേക്കും തന്നെ വൈകിട്ടത്തെ ആഹാരം അവസാനിപ്പിക്കണം. And likewise we see that there are a lot of timetables we make and we try to meet all those. അതുപോലെ തന്നെ നമ്മൾ പല സമയ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യും, അത് ആ വിധത്തിൽ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. One more thing, that many times we want something to happen in a particular time. വേറൊരു കാര്യം, പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നടക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. But it doesn't happen. At that time we are frustrated, we are worried, and we are jumping into our own way of doing as we were listening. നമ്മുടെ സമയത്തിന് അത് നടക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ദീർഘക്ഷമ നമ്മുടെ നഷ്ടപ്പെടും. That is true with all our Christian heroes like David, Saul, and even Saul also jumped into, and we know that what he did was wrong. നമ്മുടെ വേദപുസ്തകത്തിലെ ചില വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ശൗലിന്റെ ജീവിതത്തിലും ദാവീദിന്റെ ജീവിതത്തിലും എല്ലാം അവർ സമയത്തിന് കാത്തു നിൽക്കാതെ അവർ എടുത്തു ചാടി. So my topic is, what is God's timing? എന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഏതാണ് ദൈവത്തിന്റെ സമയം. First and foremost, we'll try to understand what is the speciality of God's timing. പ്രാരംഭത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഈ ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് എന്താണ്. God has a time for everything. ദൈവത്തിന് സകല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമയമുണ്ട്. Very familiar portion, Ecclesiastes chapter 3 and verse 1. അതിന്റെ ഏറ്റവും പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് സഭാപ്രസംഗി അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. To everything there is a season and a time to every purpose under the heaven. സഭാപ്രസംഗി അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. So it means that there is a season and a time for everything under heaven. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. Galatians chapter 4 and verse 4. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കും. But when the fullness of the time was come, God sent forth His Son, made of a woman, made under the law. അവിടെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്
കാലസമ്പൂർണതയിൽ എന്ന് അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. So the first speciality of God's timing is God has a time for everything. ദൈവത്തിന്റെ സമയത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സമയം ഒരു പ്രത്യേകമായിട്ടുള്ള സമയമാണ്. So we need to wait for it and we need to honor it. ആ സമയത്തെ നാം മാനിക്കുക, രണ്ടാമത്തേത് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. The second point about God's timing is രണ്ടാമത്തെ പ്രത്യേകത ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് that is given in Ecclesiastes only 3 verse 11. അത് നാം കാണുന്നത് സഭാപ്രസംഗി പുസ്തകം തന്നെ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. Here we read like this: He has made everything beautiful in His time. Also He hath set the world in their hearts, so that no man can find out the work that God maketh from the beginning to the end. അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. So here we see God does not give us the details. ഇവിടെ നാം കാണുന്നത് ദൈവം വിശദമായിട്ട് സകല കാര്യങ്ങളും നമ്മോട് അറിയിക്കുന്നില്ല. He wants us to trust and wait for His time. അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നാം അവനിൽ വിശ്വസിക്കുക, അവന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. Maybe we may have a lot of doubts. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ കാണും. But we need to trust Him because God doesn't want to give us the details before that. എന്നാൽ നമ്മൾ അവന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക വിശ്വാസത്തോടുകൂടെ. കാരണം ദൈവം എപ്പോഴും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാറില്ല. Many times we may ask in our own hearts, why is God not giving us the details? Why doesn't God give us and tell us prior to the things which we are going to see in the future? അങ്ങനെയുള്ള സ്ഥിതികളിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിന് സംശയത്തോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നില്ല, വിശദമായിട്ട് പറയുന്നില്ല. There can be various reasons, like it would scare us. അതിന് പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ അത് നമ്മെ ഭയാകുലരാക്കും. We may not handle the truth properly. ആ സത്യം ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനക്കരുത്ത് നമുക്ക് We may abuse it, we may misuse it. നാം ചിലപ്പോൾ അത് തെറ്റായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രവണത Or we നമ്മളിൽ would വരും. try to change if it is seeming to be hurting us. അത് മുന്നമേ അറിയുകയാണെങ്കിൽ അതിനെ മാറ്റിമറിക്കുവാനായിട്ട് നമ്മൾ ചിലപ്പോൾ ശ്രമിച്ചേക്കും. One portion we can read, one reference, that is Acts chapter 1 and verse 7. ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇതിനോടനുബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. So here we read like this. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. And he said unto them, to the disciples who were asking about the kingdom of God. They were just excited and very excited to have the kingdom of God as soon as possible. കർത്താവിന്റെ ശിഷ്യന്മാര് അവര് ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് ദൈവരാജ്യം പെട്ടെന്ന് തന്നെ വരുമെന്ന്. Or in specific we can say kingdom of Israel, verse 6 of chapter 1. ഈ 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിൽ അവൻ രാജ്യത്വം എപ്പോ സ്ഥാപിക്കും എന്ന ആ ഒരു ആകാംക്ഷ തന്റെ ശിഷ്യന്മാരിലുണ്ട്. So they were expecting it to happen then and there itself. ദൈവം സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് ഉടനെ തന്നെ സംഭവിക്കും എന്നൊരു ആഗ്രഹം അവരിലുണ്ടായിരുന്നു. What is the answer of Lord Jesus over there? എന്നാൽ ആ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി And he said unto them, it is not for you to know the times or the seasons which the Father hath put in His own power. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ അവരോട് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. So in simple way we can just say that it is the answer that God wants us to trust Him, and it is none of our business to know what is His time. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം പൂർണ്ണമായിട്ട് അവനിൽ വിശ്വസിക്കുക, അവന്റെ നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. So that is the second thing, that He doesn't give us the details. അതുകൊണ്ടാണ് കർത്താവ് വിശദമായിട്ട് കർത്താവ് ചെയ്യുന്ന പദ്ധതിയെ കുറിച്ച് നമുക്ക് നൽകാത്തത്. And the third speciality of God's timing, which I have quoted, is ദൈവസമയത്തിന്റെ 3-ാമത്തെ പ്രത്യേകത ഞാൻ ഒന്ന് പങ്കുവെക്കട്ടെ. and that is God is never early nor late, He is always on time. ദൈവം എപ്പോഴും സമയോചിതമായിട്ട് തക്ക സമയത്ത് തന്നെയാണ് ഇടപെടുന്നതും പ്രവർത്തിക്കുന്നതും. അല്പം മുമ്പോ അല്പം പിൻപോ അല്ല. 2 Peter chapter 3 and verse 8. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. Here we see like that, but beloved, be not ignorant of this one thing, that one day is with the Lord 1,000 years, and 1,000 years as one day. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിനാൽ, പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. Various references which is giving us the indication that God has a perfect time
and on that particular time he does everything beautifully. വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ ഏറ്റവും ഉചിതമായ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. These are the three specialities of God's timing. അപ്പോൾ ദൈവത്തിന്റെ സമയത്തിന്റെ മൂന്ന് പ്രത്യേകതയാണ് നമ്മൾ God has a time for everything. ദൈവത്തിന് എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട്. God does not give us the details of that. ദൈവം ഒരിക്കലും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാറില്ല. God is never early nor late, he is always on time. ദൈവം ഒരിക്കലും മുൻപോ പിൻപോ അല്ല, തക്ക സമയത്താണ് പ്രവർത്തിക്കുന്നത്. So what is his plan towards us? നമ്മെ സംബന്ധിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്താണ്? Very familiar verse, we know that Jeremiah chapter 29 and verse 11. വീണ്ടും ഒരു സുപരിചിതമായ ഒരു വേദഭാഗം തന്നെ നമുക്ക് നോക്കാം. അത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. It's a very wonderful verse and always it used to give, it definitely gives us the comfort when we are in trouble and when we are in anxiety. വളരെ അനുഗ്രഹീതമായ ഒരു വാക്യമാണ്. നാം സംശയാകുലരായിരിക്കുമ്പോൾ, നമ്മൾ തളർന്നിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ ധൈര്യം പകരുന്ന, ആശ്വാസം പകരുന്ന ഒരു വാക്യമാണ് 29-ാം അധ്യായത്തിലെ 11-ാം വാക്യം. It's written like this: For I know the thoughts that I think toward you, saith the Lord, thoughts of peace and not of evil, to give you an expected end. 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്നും യഹോവയുടെ അരുളപ്പാട്. So one more verse. So this verse we see that God has a plan and a purpose and a vision for us. ദൈവം നമ്മെക്കുറിച്ച് ഒരു ദർശനവും ഒരു ഉദ്ദേശവും ഒരു പദ്ധതിയുമുണ്ട്. So we need to understand that and we need to wait for that and we need to know that. അത് നാം മനസ്സിലാക്കുകയും അതിനുവേണ്ടി കാത്തിരിപ്പാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. And that, as I said, we need to wait for that. There is a very familiar portion, that is Habakkuk chapter 2 and verse 3. ഞാൻ പറഞ്ഞുവല്ല, ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണമെന്ന്. അതിനോടനുബന്ധിച്ച് ഹബാക്കുക്ക് പ്രവാചകന്റെ പുസ്തകം, അതിൽ നിന്നൊരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. Chapter 2 and verse 3. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. For the vision is yet for an appointed time, but at the end it shall speak and not lie. Though it tarry, wait for it, because it will surely come, it will not tarry. ഹബാക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. There is a surety which is given that it will definitely come. അവിടെ നമ്മൾ വായിക്കുന്നത്, അത് തീർച്ചയായിട്ടും അത് സംഭവിക്കും. That is the plan of God. ആ വരും നിശ്ചയം അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. As the other day we were listening about the treasures of the darkness. കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയായിരുന്നു അന്ധകാരത്തിലെ ആ ധനശേഖരം. Even though we may be going through the valley of the shadow of death, as in the Psalms 23 we see. സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നത്, ആ അന്ധകാരത്തിന്റെ, ആ മരണത്തിന്റെ ആ കൂരിരുളിൽ കൂടെ നമ്മൾ കടന്നു പോകും. God may allow us to go through that situations. അതിൽ കൂടെ ചിലപ്പോൾ കർത്താവ് നമ്മെ കടത്തിവിടും. But one thing is also true, that it will, that good time which is going to come, which is always there, and we need to wait for that. അത് സത്യമാണെങ്കിലും അത് കടന്ന് അപ്പുറം എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഒരു ശുഭാപ്തി നമുക്കുണ്ട്. So now the next thing is we need to wait for that. അടുത്തത് നാം ചിന്തിക്കേണ്ടത് അതിനുവേണ്ടി നാം കാത്തിരിക്കണം. So one thing is sure, that there is a time for everything and God has planned for that. ഒരു കാര്യം, ദൈവത്തിന്റേതായ തക്കതായ സമയമുണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. And the next important thing is, which is very difficult for us to do, that is to wait for that. രണ്ടാമത്തേത് നമുക്ക് വളരെ കഠിനമായിട്ടുള്ള ഒരു വിഷയമാണ് ആ സമയത്തിന് വേണ്ടി, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത്. Many of the great men of God who in the beginning of their Christian journey, in the journey of belief, they were very much zealous, but towards the end or in the middle they just fell down. കർത്താവിന്റെ ധാരാളം വിലയേറിയ ദാസന്മാര് തന്നെ അവർ ആരംഭ ശൗര്യത്തോടുകൂടി അവർ പ്രവർത്തനം ആരംഭിച്ചു, ദൈവത്തിന് വേണ്ടി നിന്നു. എന്നാൽ അവസാനം നാം കാണുമ്പോൾ അവർ ധൈര്യരഹിതരായി തീർന്നു, സമയത്തിന് വേണ്ടി കാത്തു നിന്നില്ല. So we see that God hears us at an acceptable time. ദൈവം ഏറ്റവും അനുയോജ്യമായ സമയത്താണ് നമ്മെ ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും. So for that what we need to do? അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ്? We just have to wait on that. നാം ദൈവത്തിൽ കാത്തിരിക്കുക. Who all are waiting? ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്? There are many people who are waiting.
പലരും കാത്തിരിക്കുന്നുണ്ട്. And even God's own chosen people, Israel, they are waiting to be preserved and restored. നമുക്കറിയാം ഇസ്രായേലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, ഇസ്രായേൽ മക്കൾ തന്നെ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. We, the bride, the church is waiting for the bridegroom Christ to come anytime. ദൈവത്തിന്റെ മണവാട്ടിയായ പുതിയ നിയമപ്രകാരമുള്ള സഭ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. But when we are waiting, there is another problem. എന്നാൽ നാം കാത്തിരിക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. When the delay is happening, ഈ കാര്യം വൈകി പോകുമ്പോൾ we generate anxiety, frustration, discouragement, jealousy and many other things. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആകാംക്ഷയും പിന്നെ അവിശ്വാസവും ആ വിധത്തിലുള്ള കാര്യങ്ങൾ കടന്നുകൂടും. So I just want to refer to 4 important things in this waiting room. ഈ നമ്മൾ കാത്തിരിപ്പ് സമയത്ത് സംഭവിക്കുന്ന 4 കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് So ചൂണ്ടിക്കാണിക്കട്ടെ. 4 important things which we need to do in this waiting room. നാം ഈ കാത്തിരിപ്പ് സ്ഥലത്ത് കാത്തിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടിയ 4 ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. And then I'll sit. അതിനുശേഷം ഞാൻ എന്റെ So the first important thing which we need to do in this waiting room is Mark's Gospel chapter 5 and verse 36. ഈ കാത്തിരിപ്പ് സമയത്ത് അല്ലെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടിയ ഒന്നാമത്തെ കാര്യം നാം കാണുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. Mark's Gospel chapter 5 and verse 36. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. Here we read like this: As soon as Jesus heard the word that was spoken, he saith unto the ruler of the synagogue, Be not afraid, only believe. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. We know the context of this statement. ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. There was one of the rulers of the synagogue named Jairus. ഒരു പള്ളിപ്രമാണി, ജൈറസ് എന്ന പേരുള്ള പള്ളിപ്രമാണിയെ കുറിച്ചാണ്. So he is coming in the verse 22 onwards. We can see that he is coming and he is falling down at the feet of Jesus and he is saying that, my master, come, my little daughter lied down to die, and come. And he was very much sure that he can heal her. ഈ അധ്യായത്തിൽ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യായിറോസ് എന്ന് പേരുള്ള ഒരു പള്ളിപ്രമാണി അവൻ വന്ന് കർത്താവിന്റെ കാൽക്കൽ വീണ് പറയുകയാണ്, എന്റെ കുഞ്ഞു മകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ. So he was just on the way to the house of this Jairus. കർത്താവായ യേശുക്രിസ്തു യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. On the way, we see verse 25, a certain woman which had an issue of blood 12 years, she just touched him and she gets healed. 25-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ വഴിയിൽ പോകവേ നാം കാണുന്നത് 12 സംവത്സരമായിട്ട് ആ രക്തസ്രവമുള്ള ആ സ്ത്രീ വന്ന് ദൈവത്തിന്റെ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുന്നു. But then after that he is asking who is that, and then inquiring all these things, and then comes verse 35 when we see that while he yet spake, there came the ruler of the synagogue's house certain, which said, Thy daughter is dead. അതിനുശേഷം സംഭവ വികാസങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറയുകയാണ്, മകൾ മരിച്ചുപോയി. So just imagine the condition of that father. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ പിതാവിന്റെ അപ്പോഴത്തെ മാനസിക സ്ഥിതി എങ്ങനെ ആയിരിക്കും? Definitely he would have shattered. തീർച്ചയായിട്ടും മനസ്സ് തകർന്നു പോകുന്ന ഒരു സ്ഥിതി. And that's why in English it is written, as soon as Jesus heard. I just want to emphasize on that word. As soon as Jesus heard. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് യേശു ആ വാക്യം കേട്ടാറെ. That is the timing of Jesus. അതാണ് ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത്. The other day somebody said that one of the father, when he heard about this happened in it came in newspaper also, I don't know. One of my uncles said that recently it happened nearby in Kerala itself. As soon as he heard about his daughter's death, he fell down to some of the river and he also suicided. ഈ കഴിഞ്ഞ ദിവസം ആരോ സംസാരിക്കുന്നത് കേട്ടു, ഒരു മകളുടെ മരണവാർത്ത കേട്ട് ആ പിതാവ് ഉടനെ തന്നെ ആത്മഹത്യ ചെയ്തു. So there was not at all a delay by Jesus. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സമയത്തിന് ഒരു വിളംബം അവിടെ സംഭവിക്കുന്നില്ല. Verse 36 in English it is written, as soon as Jesus heard the word. 36-ാം വാക്യത്തിൽ മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു ആ വാക്ക്. So here it is, there is no time waste. On that particular time he is in action. ഒരു നിമിഷം പോലും പാഴാക്കാതെ കൃത്യസമയത്ത്. And what is he saying to that ruler of synagogue? ആ പള്ളിപ്രമാണിയോട് എന്താണ് പറയുന്നത്? Or this daughter who is dead, her father, to whom what is Jesus saying? അവരോട് കർത്താവ് പറയുന്നത് എന്താണ്? Be not afraid. ഭയപ്പെടേണ്ട. Only believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക.
Be not afraid. That is the first thing in this waiting room which we all have to do time and again. ദൈവമക്കളെ, ഈ കാത്തിരിപ്പ് സമയത്ത് നാം ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. Fear not, trust God. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. Somebody has said, I have not counted, 365 times it is written in various ways in this Bible. വേദപുസ്തകത്തിൽ ഞാനത് എണ്ണിയിട്ടില്ല, എന്നാൽ വേദപുസ്തകത്തിൽ കുറഞ്ഞത് 365 പ്രാവശ്യമാണ് ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട എന്ന് So it രേഖപ്പെടുത്തിയിട്ടുണ്ട്. means each and every day Jesus or God is telling to us, dear son, dear daughter, don't worry, trust me. അത് നമ്മെ പറഞ്ഞു തരുന്ന സത്യം എന്ന് പറയുന്നത്, ആക്ഷരികമായിട്ട് ഓരോ ദിവസവും കർത്താവ് നമ്മളോട് പറയാണ്, മകനെ, മകളെ, ഭയപ്പെടേണ്ട. Nowadays, as we know, there are some doctors also here. You are here, Dr. Samson is here, Auntie is here. So we know that there are lots and lots of new diseases coming up nowadays. നമുക്കറിയാം, ഈ നാളുകളിൽ പുതിയ രോഗങ്ങൾ ധാരാളം പുറപ്പെടുകയാണ്. And so when we see that there are a lot of medicines also for that. അതിനോടൊപ്പം തന്നെ പല പുതിയ മരുന്നുകളും മാർക്കറ്റിൽ Today വരുന്നു. also I heard that if you are having thyroid medicine, you are going to have more problem. If you are going to have diabetes medicine, again your problem is going to increase. ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ തുടർച്ചയായിട്ടൊരു മരുന്ന് കഴിക്കുമ്പോൾ അതൊരു മറ്റൊരു പ്രശ്നത്തിന് ഉളവാക്കുന്ന സ്ഥിതിയിലാണ്. But one thing is common to give the relief to any of the diseases. എന്നാൽ ഒരു കാര്യം സർവ്വസാധാരണമാണ്, അത് സകല രോഗങ്ങൾക്കും And മരുന്നായിട്ടിരിക്കുന്നു. even the doctors are also saying to the patients who are coming to them, ആ രോഗികൾ ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ രോഗികളോട് പറയുന്നത്, don't take stress. നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് Don't take stress. സ്ട്രെസ് എടുക്കരുത്. So even if you inquire these doctors, are they not taking stress? ഈ ഡോക്ടേഴ്സിനോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഡോക്ടർ എന്നോട് പറഞ്ഞു സ്ട്രെസ് എടുക്കേണ്ടതാണ്, ഡോക്ടറിന് സ്ട്രെസ് ഇല്ലയോ? The last week, mummy was having lot of times she was having nervous problem, she was having breath problem, and then I also said the same thing, mummy, chindikenda, stress edukanda. കഴിഞ്ഞ ആഴ്ച മാതാവിന് പല ഘട്ടങ്ങളില് ഈ പറയുന്ന ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങള് പലപ്പോഴും ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഞാൻ മാതാവിനോട് പറഞ്ഞത്, മമ്മി ഒട്ടും സ്ട്രെസ് എടുക്കണ്ട. Am I not taking stress? ഇത് പറയുമ്പോൾ ഞാൻ സ്ട്രെസ് എടുക്കുന്നില്ലേ? And mummy is telling to me, എടാ മോനെ ഉറങ്ങടാ, നീ എന്താ ഉറങ്ങാത്തത്? Why are you not sleeping? മാതാവ് എന്നെ കുറിച്ച് സ്ട്രെസ് എടുക്കുകയാണ്, എന്നോട് പറയാണ്, മോനെ നീ എന്താ ഉറങ്ങാത്തത്? So this is the greatest number one stress reliever. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പിരിമുറുക്കത്തിനെല്ലാം ശമനമായിട്ടിരിക്കുന്നു. Jesus is telling on the right time to കർത്താവ് the ruler of the synagogue. കർത്താവ് യേശു ക്രിസ്തു പള്ളി പ്രമാണിക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്താണ് പറയുന്നത്, ഭയപ്പെടേണ്ട. Fear not, trust God. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. So that is the first thing doing in this waiting room. Fear not, trust God. കർത്താവിൽ കാത്തിരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് The second thing is what we can see in a very familiar portion, Psalms 37 and verse 1 and 2. രണ്ടാമത്തേത് നാം കാണുന്നത്, അതും നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, സങ്കീർത്തനം 37 1 2 വാക്യം. Here we see that fret not thyself because of the evil doers, neither be thou envious against the workers of iniquity. Okay, only first verse, fret not. സങ്കീർത്തനം അതിന്റെ 37 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മുഷിയരുത്. That's it. Fret not. മുഷിയരുത്. Looking unto whom? ആരെ നോക്കുക? Looking unto the evil doers. ദുഷ്പ്രവൃത്തികാര നിമിത്തം അവരെ നോക്കിയിട്ട് നിങ്ങൾ മുഷിയരുത്. Jesus or God has not given the guarantee that you will not have any evil doers around you. ദൈവം ഒരിക്കലും നമുക്ക് ഒരു ഉറപ്പ് തന്നിട്ടില്ല, നമ്മുടെ ചുറ്റിൽ ദുഷ്കർമ്മികൾ കാണത്തില്ല. David was a called man of God, he was a king, but there were a lot of evil doers around him. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിന് ചുറ്റിൽ എപ്പോഴും ദുഷ്കർമ്മികൾ ഉണ്ടായിരുന്നു. But here we see the Lord's word is fret not. അവിടെ കർത്താവ് നൽകുന്ന ആ ആശ്വാസം എന്ന് പറയുന്നത് മുഷിയരുത്. Then what to do? എന്ത് ചെയ്യണം? Many things are there, but verse 7 of that same psalm. പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ 7 വാക്യത്തിലേക്ക് വരിക. The first portion of the verse 7. 7 അധ്യായത്തിലെ ആദ്യ ഭാഗം. Rest in the Lord and wait patiently for him. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. Rest in the Lord. യഹോവയുടെ മുൻപാകെ മിണ്ടാതിരിക്കുക. So when we are resting in the Lord and we are waiting, വിശ്രമിക്കുക, ശാന്തമായിട്ടിരിക്കുക. And then one more thing we have to do. ഒരു കാര്യം കൂടി നാം ചെയ്യേണ്ടത്, Philippians chapter 4 and verse 6 in this context. ഇതിനോടനുബന്ധിച്ച ഒരു ഭാഗം നമുക്ക് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4 അധ്യായം അതിലെ 6 ഭാഗം. Very familiar portion. ഫിലിപ്പിയർ 4:6. Be careful for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known unto God. ഫിലിപ്പിയർ 4 അധ്യായം അതിന്റെ 6 വാക്യം. Be careful for nothing.
നമ്മൾ വായിക്കുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. When we are in trouble, നാം പ്രശ്നത്തിലായിരിക്കുമ്പോൾ, when we have around us evildoers, നമ്മുടെ ചുറ്റിലും ദുഷ്പ്രവൃത്തിക്കാരായിരിക്കുമ്പോൾ, we definitely worry. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ വരും. So two things are there option for us. അവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. Either to worry or to pray. ഒന്നിൽ അതിൽ തന്നെ ഭാരപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. What is worry? എന്താണ് ഈ ഭാരം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ? Worry is a conversation we have with ourselves about the things we cannot change. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കാത്ത വിഷയങ്ങളുമായിട്ട് നമ്മൾ ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുക. We cannot change that thing. ആ പ്രശ്നത്തെ മാറ്റിമറിക്കാനായിട്ട് നമ്മളാൽ സാധ്യമല്ല. But we are thinking again and again and again. We don't have sleep. We don't have any rest. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുക, നമുക്ക് വിശ്രമമില്ല. So that is one option we have. അതാണ് നമുക്ക് ഉള്ള ഒരു കാര്യം. Worry and have no change in the situation. ആ ചിന്താഭാരത്തോടുകൂടെ തന്നെ ആയിരിക്കും, അതിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുക, ഒരു മാറ്റവുമില്ല. Conversing to ourselves and just getting worried. നമ്മൾ തന്നെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. The next option is also conversation. എന്നാൽ രണ്ടാമത്തെ ഒരു വഴിയുണ്ട്. That is also conversation. അതും ഒരു ആശയവിനിമയമാണ്. And that is not to ourselves. അത് നമ്മളോട് നമ്മൾ സംസാരിക്കുകയല്ല, but to God. എന്നാൽ ദൈവത്തോട് സംസാരിക്കുക. And when we are talking to God, prayer is talking to God. ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നാം ദൈവത്തിനോട് കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Need not have to be uttered by words. അത് ചിലപ്പോൾ വാക്കുകളിലല്ലായിരിക്കാം. Maybe in our hearts if we just talk to God. ഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മുടെ ആ ചിന്താഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പകരുക. What will happen? എന്ത് സംഭവിക്കും? Change will happen. തീർച്ചയായിട്ടും മാറ്റം സംഭവിക്കും. So that is the second point in this waiting room. Fret not, rest in the Lord and pray without ceasing. മുഷിയരുത്, വിചാരിക്കരുത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ തന്നെ ആയിരിക്കും. Change will happen. തീർച്ചയായിട്ടും മാറ്റം In സംഭവിക്കും. His time. ദൈവത്തിന്റെ സമയത്ത് And the third and the second last thing what we need to do is Deuteronomy chapter 8 and verse 2 and 3. Very familiar portion. അടുത്തത് നാം കാണുന്നത് ആവർത്തന പുസ്തകം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. Very familiar portion. And thou shalt remember all the way which the Lord thy God led thee 40 years in the wilderness, to humble thee, to prove thee, to know what was in thine heart, whether thou wouldest keep his commandments or not. 8-ാം അധ്യായത്തിലെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. നീ ഓർക്കണം. Remember that. You remember. നീ ഓർക്കണം. So that is the third thing. അത് മൂന്നാമത്തെ കാര്യമാണ്. Forget not. മറക്കരുത്. The first one was fear not. ആദ്യത്തേത് ഭയപ്പെടരുത്. The second one was fret not. രണ്ടാമത്തേത് മുഷിയരുത്. And the third is forget not. മൂന്നാമത്തേത് മറക്കരുത്. Then what we need to do? നാം ചെയ്യേണ്ടത് എന്താണ്? Remember God's ways. ദൈവത്തിന്റെ വഴികളെ നാം ഓർക്കുക. Remember God's promises. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നാം ഓർക്കുക. Again there is somebody said that over 6,000 promises are there in the Bible. ആരോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വേദപുസ്തകത്തിൽ ഏകദേശം 6000-ഓളം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. We have a hymn also in various languages, count your blessings. പല ഭാഷകളിൽ തർജ്ജമ ചെയ്ത് അനുഗ്രഹീതമായ ഒരു ഗാനമുണ്ട്, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എണ്ണിക്കൊള്ളുക. Count them one by one. ഓരോന്നായിട്ട് അത് കണക്കെടുക്കുക. And you will marvel that what God has done for you. ആ കണക്കെടുക്കുമ്പോൾ, എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കും. So that is the third thing which we need to do in this waiting room. മൂന്നാമത്തേത്, ഈ കാത്തിരിപ്പ് സമയത്ത് നാം ചെയ്യേണ്ട മൂന്നാമത്തെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാം കണ്ടു. And the last thing what we need to do. നാലാമത്തേത്, അവസാനത്തെ നാം കാണുന്നു. And that is what we read in Galatians chapter 6 and verse 9. അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. So here we read like that, and let us not weary in well doing, for in due season we shall reap if we faint not. ഗലാത്യർ 6:9 നമ്മൾ വായിക്കുന്നത്, നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. So the last F in this waiting room is faint not. അവിടെ അവസാനത്തെ ആ എഫ് അല്ലെങ്കിൽ അവസാനത്തെ നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം അവിടെ എന്ന് പറയുന്നത്, നിങ്ങൾ തളർന്നു പോകരുത്. There is every possibility when we are waiting for a long time because of some disease or because of any kind of problem, it is natural that we may faint. നാം ദീർഘനേരമായിട്ട് കാത്തിരിക്കുന്ന സമയത്ത്
രോഗമായിരിക്കാം, മാനസികമായിട്ടുള്ള പിരിമുറുക്കമായിരിക്കാം. അത് സംഭവിക്കുമ്പോൾ ദീർഘനേരം കാത്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും. Many can say that don't worry, don't give up, but we may give up. ചുറ്റും നിന്ന് എല്ലാവരും ചിലപ്പോൾ അധരങ്ങളിൽ അവർ പറയും, അയ്യോ ഒരിക്കലും തളർന്നു പോകരുത്, വിട്ടുകൊടുക്കരുത് എന്ന്. പക്ഷെ നമ്മൾ തളർന്നു പോകും. But we just need to remember that we need not have to give up. We need to wait and wait, trusting on Him. Definitely we can reap the fruits. എന്നാൽ ആ സമയത്ത് നാം ചെയ്യേണ്ടത് ഇത് മാത്രമാണ്, തളർന്നു പോകാതെ കർത്താവിൽ ആശ്രയിക്കുക. So we will reap the fruits. നമ്മൾ തീർച്ചയായിട്ടും തക്ക സമയത്ത് നാം That കൊയ്യും. is what we can see in Galatians chapter 6 and verse 9. അതാണ് നാം ഗലാത്യർ 6:9 കാണുന്നത്. For in due season we shall reap if we faint not. തക്ക സമയത്ത് തളർന്നു പോകാഞ്ഞാൽ നാം കൊയ്യും. So it's a very, very familiar things. We may have multiple times heard these messages. ഈ സന്ദേശത്തോടനുബന്ധിച്ചുള്ള ഈ ചിന്തകൾ ഉതകുന്ന സന്ദേശങ്ങൾ ധാരാളം നമ്മൾ ചിലപ്പോൾ കേട്ട് കാണും. But to do it is very tough. But if we do it, definitely God's blessing will be upon us. ഇത് പ്രായോഗികമാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കിയാൽ വളരെ ശാന്തതയോടുകൂടി മുൻപോട്ട് പോകുവാനായിട്ട്. So I just want to give a recap of what we have discussed, with what we have meditated. നമ്മളിപ്പോൾ ചിന്തിച്ച കാര്യങ്ങളെ ഞാനൊന്ന് ആവർത്തിച്ചു പറയട്ടെ. So God has a timing. ദൈവത്തിനൊരു സമയമുണ്ട്. God's timing has a time. He's got the time for everything. എല്ലാ കാര്യത്തിനും ദൈവത്തിനൊരു സമയമുണ്ട്. God does not give us the details. ദൈവം വിശദമായിട്ട് സകല കാര്യങ്ങളും God is never early, never late. He is always on time. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. God has a plan and a purpose and a vision for us. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു യഥാർത്ഥമായ ദർശനവും പദ്ധതിയും യോജനയുമുണ്ട്. For that we need to wait. അതിനുവേണ്ടി നാം കാത്തിരിക്കും. Waiting is not easy. കാത്തിരിക്കുന്നത് എളുപ്പമല്ല. In this waiting room we may develop anxiety, discouragement, frustration, etc. ഈ കാത്തിരിക്കുന്ന സമയത്ത് അവിശ്വാസവും അതുപോലെ തന്നെ ദീർഘക്ഷമ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. But four things which we need to remember. എന്നാൽ ആ സമയങ്ങളിൽ സഹായകമായിട്ട് 4 സത്യങ്ങൾ നാം ഓർക്കുക. 4 things. 4 കാര്യങ്ങൾ. Fear not. ഒന്ന്, ഭയപ്പെടേണ്ട. Trust God. വിശ്വസിക്കുക. Fret not. മുഷിയരുത്. Rest in the Lord and pray without ceasing. മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കുക. Always doing prayer is better than worrying. നാം കേട്ടതുപോലെ നാം ചിന്താകുലരായിട്ടിരിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Definitely when we pray there can be change. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം അടുത്ത് തന്നെ ഉണ്ട്. Third thing, forget not, remember God's promises. മൂന്നാമത്തേത്, മറക്കരുത്. Count His blessings. അവന്റെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുക. Just give a pause and look back and just recollect what all wonderfully God has led us. ഒന്ന് നിന്ന് പുറകോട്ട് നോക്കി കർത്താവ് ചെയ്ത അനുഗ്രഹീതമായ ആ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് അയവിറക്കുക. And the last thing, അവസാനമായിട്ട്, there may be a possibility when we are waiting for too long, നമ്മൾ അധിക സമയമായിട്ട് കാത്തിരിക്കുമ്പോൾ we may faint. നമ്മൾ ചിലപ്പോൾ തളർന്നു, we may give up. നമ്മൾ ചിലപ്പോൾ വിട്ടുകൊടുക്കാമെന്ന് ചിന്തിക്കും. But God's word in Galatians chapter 6 and verse 9 says, എന്നാൽ ഗലാത്യർ 6:9 കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നത്, if you don't faint, തളർന്നു പോകാഞ്ഞ, if you are holding on to the author and the finisher of our faith, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, we will reap the fruits. തീർച്ചയായിട്ടും നമുക്ക് ഫലം കൊയ്യുവാനായിട്ട് കഴിയും. Not in our time, നമ്മുടെ സമയത്തിലല്ല, in His time. അവന്റെ സമയത്ത്. And we know that in His time He makes all things beautiful. അവന്റെ സമയത്ത് അവനെല്ലാം നന്നായി ചെയ്യുന്ന കർത്താവാണ്. So may we all be depending on Him and have a beautiful life in the days to come. I thank the church over here and the elders and all the responsible people who have given me this opportunity. In the coming days, please do remember me and my family in your valuable prayers. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്ന സമയത്തെ വളരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കാം. ഇങ്ങനെ ഒരു അവസരം സ്ഥലസഭ എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അതോർത്ത് ഞാൻ സ്തുതിക്കുന്നു. സഭയോടുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. May His name be glorified. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.